സിഗ്നേച്ചർ ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ KSEB-യുടെ ഇലക്ട്രിസിറ്റി വർക്കർ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഇന്നത്തെ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ KSEB ഇലക്ട്രിസിറ്റി വർക്കറിന്റെ എക്സാമിനേഷൻ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ന്യൂസിൽ പറയുന്നത്. അപ്പൊ ന്യൂസ് വെറുതെ വരത്തില്ല, അവർക്ക് എന്താണ് PSC-യിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ ബേസ് ചെയ്താണ് അവർ ന്യൂസ് പുറത്തുവിടുക. അപ്പൊ നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്നുള്ളതിന്റെ അർത്ഥം. ഏതാണ്ട് 3 മാസം സമയമാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇനി ഒരു നിമിഷം പോലും നിങ്ങൾക്ക് വേസ്റ്റ് ആക്കി കളയാൻ സമയമില്ല. അപ്പൊ എക്സാമിനേഷന് വേണ്ടി പഠിച്ചു തുടങ്ങാമെന്ന് മടി പിടിച്ചിരിക്കുന്നവരൊക്കെ മനസ്സിലാക്കാം, ഇനി നമ്മുടെ കയ്യിൽ സമയമില്ല. എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇതൊരു ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആണ്. ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇതൊരു ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആണ്. 10 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വരുന്നത്. 10 വർഷത്തിലധികം സമയമായി എന്ന് വെച്ചാൽ അത്രയും വേക്കൻസീസ് ആണ് ഉള്ളത്. ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 985 ഒഴിവാണ് നിലവിലുള്ളത്, പക്ഷെ ഇനിയും ഒഴിവ് വർദ്ധിച്ചേക്കും. അതായത് 2000-ലധികം അഡ്വൈസ് ആണ് നമ്മൾ വരുന്ന വർഷങ്ങളിലായിട്ട് ഈ എക്സാമിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഓപ്പർച്യൂണിറ്റി പാഴാക്കരുത്. ഒരു ഗവൺമെന്റ് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാവുന്നതിൽ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇതിനപ്പുറം ഒരു ഓപ്പർച്യൂണിറ്റി ഇനി നിങ്ങളുടെ ലൈഫ് ടൈമിൽ വരുമോ എന്നുള്ളത് സംശയമാണ്. സോ ഒരു തരത്തിലും എന്ത് ചെയ്യരുത്, ഡീമോട്ടിവേറ്റ് ആവരുത്. മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന സംശയം, 1-2 കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. ഒന്ന്, ഇനി 3 മാസം കൊണ്ട് നമ്മളെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ ഡെഫിനറ്റ്ലി പറയട്ടെ, ഉറപ്പായിട്ടും പറ്റും. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, ഉറപ്പായിട്ടും പറ്റും. അതിന്റെ കാരണം, ഒന്ന്, നമുക്ക് 10 മൊഡ്യൂളാണുള്ളത്. ഒരു ദിവസം ഒരു 2-3 അവേഴ്സ് ഇതിനു വേണ്ടി മാറ്റി വെച്ച് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കവർ ചെയ്യാൻ പറ്റും. അതിലൊരു സംശയം വേണ്ട. സാധാരണ ജനറൽ PSC പോലെ കടൽ പോലത്തെ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള 10 മൊഡ്യൂള് അത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. അതിൽ ഒരു സംശയം വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, വളരെ കുറഞ്ഞ സമയമായതുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചോടി എത്തിയിട്ട് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ പറ്റുമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, അല്ലെ? കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നു മുതൽ 3 മാസം സമയം കിട്ടുന്നുള്ളൂവെങ്കിൽ നിങ്ങളുടെ കൂടെ മത്സര പരീക്ഷ എഴുതുക, നിങ്ങളുടെ കൂടെ മത്സരിക്കുന്ന എല്ലാവർക്കും 3 മാസം സമയം കിട്ടുന്നുള്ളൂന്നേ. നിങ്ങൾക്ക് മാത്രമല്ല സമയം കിട്ടുന്നത്, എല്ലാവർക്കും കുറച്ച് സമയം കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും പഠിക്കാനുള്ള സമയം കുറവാണ്. നിങ്ങളെ പോലെ തന്നെ എല്ലാവർക്കും പഠിക്കാനുള്ള സമയം കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്കും അവർക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി സെയിം ആണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം, ഇനിയും നിങ്ങൾ വൈകിയാൽ, ഇനിയും നിങ്ങൾ താമസിച്ചാൽ മറ്റുള്ളവർ നിങ്ങളെക്കാൾ മുന്നിലെത്തും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ അല്ലെ? അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് കംപ്ലീറ്റ്, നിലവിൽ ഓരോ ജില്ലയിലുള്ള അപേക്ഷകർ എത്രയാണ്, നിലവിൽ ഓരോ ജില്ലയിലെ ഒഴിവുകൾ എത്രയാണ്, എത്രത്തോളം സാധ്യതയാണ് നിങ്ങൾക്കുള്ളത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മൾ സിഗ്നേച്ചർ ലേണിംഗ് ഈ എക്സാമിന് വേണ്ടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിന്റെ ഡെമോ ക്ലാസ്സസ് നമുക്ക് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറിയിട്ട് അതിന്റെ ക്ലാസ്സസ് കണ്ടു നോക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിന്റെ ലിങ്ക്, ആപ്പ് വഴിയാണ് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡെമോ ക്ലാസ്സും ഒക്കെ കണ്ട് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്ലാസ് എടുത്ത് കോഴ്സിൽ മുന്നോട്ട് പോവുക. അപ്പൊ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പിൽ നിന്ന് ഡയറക്റ്റ് കോഴ്സ് പർച്ചേസ് ചെയ്യാനും പറ്റും. ഓക്കെ അല്ലെ? അപ്പൊ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ഈ ഒരു ന്യൂസിൽ തന്നെ ഓരോ ജില്ലയിലും എത്ര ആപ്ലിക്കൻസ് ഉണ്ട്, അതുപോലെ എത്ര ഒഴിവുകളുണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ പുറത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം 3486 ആപ്ലിക്കൻസ് ആണ് ഉള്ളത്. കേരളത്തിൽ മൊത്തമുള്ള ആപ്ലിക്കൻസിന് എണ്ണം 29,363 ആണ്. അത് കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ആ വലിയ നമ്പർ കണ്ട് നിങ്ങൾ പേടിക്കണ്ട. കാരണം എന്താ, ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. ഓരോ ജില്ലയിലുമാണ് നിങ്ങൾ കോമ്പറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജില്ലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ജില്ലയിൽ എത്ര ആപ്ലിക്കൻസ് ഉണ്ട്, എത്ര വേക്കൻസി ഉണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. തിരുവനന്തപുരം ജില്ലയിൽ 3486 ആപ്ലിക്കൻസ് ഉണ്ട്, 101 ഒഴിവാണുള്ളത്. കൊല്ലത്താണെങ്കിലോ 1704 ആപ്ലിക്കൻസ്, 49 ഒഴിവ്. പത്തനംതിട്ടയിൽ 613 ആപ്ലിക്കൻസ്, 24 ഒഴിവ്.
ഇനി ആലപ്പുഴയിലാണെങ്കിലോ 2306 ആപ്ലിക്കൻസ് 70 ഒഴിവ്. കോട്ടയത്ത് 1506 ആപ്ലിക്കൻസും 64 ഒഴിവും. അതുപോലെ ഇടുക്കിയിൽ 1894 ആപ്ലിക്കൻസ് 96 ഒഴിവാണ് അവിടെ ഉള്ളത്. അവിടെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ 96 ഒഴിവുണ്ട്, 1894 ആപ്ലിക്കൻസേ ഉള്ളൂ. അതുപോലെ എറണാകുളത്ത് ആണ് ഏറ്റവും കൂടുതൽ ഒഴിവുള്ളത്, അവിടെ 3490 ആപ്ലിക്കൻസ് ആണ്. തൃശ്ശൂർ 2274 ആപ്ലിക്കൻസ് ഉണ്ട്, 62 ഒഴിവാണുള്ളത്. അടുത്ത് പാലക്കാട് 2603 പേര് അപ്ലൈ ചെയ്തു, 68 ഒഴിവാണുള്ളത്. മലപ്പുറത്താണെങ്കിൽ 2628 പേര് അപ്ലൈ ചെയ്തു, 64 ഒഴിവാണുള്ളത്. ഇനി എറണാകുളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒഴിവുള്ളത് എവിടെയാ? കോഴിക്കോടാണ്. കോഴിക്കോട് എത്രയാ? 3884 ഒഴിവുണ്ട്, അല്ല 84 പേര് അപ്ലൈ ചെയ്തു, 117 ഒഴിവാണുള്ളത്. വയനാടാണെങ്കിൽ 518 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, 26 ഒഴിവാണുള്ളത്. കണ്ണൂരാണെങ്കിൽ 1719 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, 73 ഒഴിവുണ്ട്. സാധ്യത വളരെ കൂടുതലാണ്. ഇനി കാസർഗോഡ് ആണെങ്കിൽ 738 പേര് അപ്ലൈ ചെയ്തിട്ടുള്ളൂ, 32 ഒഴിവുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, സാധാരണ LD ക്ലർക്ക് പരീക്ഷയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ? അവിടെ ലക്ഷക്കണക്കിന് ആപ്ലിക്കൻസ് ആണ് വരുന്നത്, വളരെ കുറച്ച് ഒഴിവുകളും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വളരെ കുറച്ച് ആപ്ലിക്കൻസേ ഉള്ളൂ ഇവിടെ. ഇതെന്ന് പറയുമ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നത് വളരെ വലിയ നമ്പറാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. ചെറിയ നമ്പറാ. സോ ബാക്കിയുള്ള ജനറൽ PSC അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ നമ്പറാണ്. അതായത് ഇവിടെ എനിക്ക് പറഞ്ഞുതരാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. ഒരു എക്സാം എഴുതുമ്പോഴത്തേക്കും മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ജസ്റ്റ് എന്താ പറയാ, ഒന്ന് എഴുതി നോക്കാം, വെറുതെ ഒന്ന് എഴുതി നോക്കാം എന്ന് പറഞ്ഞ് എഴുതുന്നതാണ് കൂടുതലുള്ളത്. വളരെ കുറച്ച് പേരാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് അടുക്കും ചിട്ടയോടെ പഠിച്ചിട്ട് വരുന്നത്. നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെഴുതാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. ഓക്കെ അല്ലേ? അതായത് 100 പേര് എഴുതുന്ന എക്സാമില് 50 പേരും ജസ്റ്റ്, അതായത് 100 പേര് എഴുതുന്ന എക്സാമില് 100 പേര് അപ്ലൈ ചെയ്യുന്ന വെച്ചോ, അതിലൊരു 20-30 പേര് വെറുതെ അപ്ലൈ ചെയ്യുന്നവരാണ്. അവർ എക്സാം എഴുതാൻ എക്സാം ഹോളിൽ ഉണ്ടാവില്ല. നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും പല ബെഞ്ചുകൾ ഒഴിഞ്ഞു കിടക്കുന്ന കാണാൻ പറ്റും. ബാക്കി ഒരു 70 പേര് അതില് വെറുതെ എന്തായാലും അപ്ലൈ ചെയ്തു പോയെന്ന് എഴുതി നോക്കാമെന്ന് കരുതുന്ന ഒരു 10-30 പേര്. ബാക്കി ഒരു 40ഓളം പേരാണ് കോമ്പറ്റീഷൻ ഉള്ളത്. അപ്പൊ ഈ 40 പേരാണ് അത്യാവശ്യം സീരിയസ് ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു 3400 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പകുതിയിൽ താഴെ പേര് മാത്രമാണ് കോമ്പറ്റീഷനിലുള്ളത്. ഓക്കെ അല്ലേ? അപ്പോ അത്രയും പേർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ മികച്ച രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഈ ഒരു വേക്കൻസിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കയറി കിട്ടാം. വേക്കൻസീസ് ഇനിയും കൂടും കേട്ടോ. ഇതിൽ ഇരട്ടിയോളം വേക്കൻസീസ് എത്തുമെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഒരു നിമിഷം പോലും വൈകിക്കേണ്ട, ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതിൽ ഒരു സംശയം വേണ്ട. എത്രയും നേരത്തെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോ നമ്മുടെ കോഴ്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാം, അതായത് ഫുൾ സിലബസ് നിങ്ങൾ കവർ ചെയ്യും. ഓരോ ക്ലാസ്സിനും ശേഷം, അരമണിക്കൂറിന്റെ ഓരോ ക്ലാസ്സിനും ശേഷവും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. അതുപോലെ വീക്ക്ലി എക്സാം ഉണ്ടാവും, മന്ത്ലി എക്സാംസ് ഉണ്ടാവും. അങ്ങനെ കംപ്ലീറ്റ് വെൽ സ്ട്രക്ചർഡ് ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന കോഴ്സാണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടും പ്രൊവൈഡ് ചെയ്യും, കൃത്യമായ നോട്ടും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കാം, നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ട് മാത്രം നിങ്ങൾ ക്ലാസ് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? കോഴ്സ് പർച്ചേസ് ചെയ്യുക. അതിന് നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ താങ്ക് യു.